ധർമ്മനിരതരായ പ്രവർത്തകരെ, വളരെ ചിന്തനീയമായ പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനിയൊരു വലിയ പ്രഭാഷണം പിന്നാലെ വരാനിരിക്കുന്നു. അതിനിടയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അനുഭവത്തിന്റെ പാശ്ചാത്തലത്തിൽ തുറന്നുവെക്കുക മാത്രം ചെയ്ത് ഞാൻ വിരമിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊട്ടിയ വ്യക്തിത്വമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉയർത്തിക്കൊണ്ടുവന്ന ചില ചിന്തകളും ചർച്ചകളും മതനിരാസം ജീവിതപഥ്യമാക്കിയ ആളുകൾ മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളായ വിഭാഗങ്ങൾ വരെ ഏറ്റുപിടിക്കുകയും അഹ്ലുസുന്നയുടെ പ്രവർത്തന പാതയെ ഒരുപാട് വർഷം പിന്നോട്ട് വലിക്കുകയും ചെയ്ത 2-3 വർഷങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന കേശത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്റെ പ്രഭാഷകരിലെ വ്യത്യസ്തരായ ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഒരു വിഷയത്തിൽ ഇവർക്ക് കൃത്യമായ താൽപര്യങ്ങളോ കാഴ്ചപ്പാടുകളോ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. കാന്തപുരം കഴിഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിത്വമായി കരുതപ്പെടുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്റെ കയ്യിൽ അടിരേഖയുണ്ടെന്ന് പറഞ്ഞ സനദ്, കാന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മതകാര്യ ഫത്വ ചെയർമാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ലയൂബന്തി, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, പകരാശനി തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചില സങ്കല്പങ്ങൾ, മറ്റു ചില ശനിമാർ ഉയർത്തുന്ന യെസ് ആൻഡ് നോ എന്ന മറുപടികൾ, ഇങ്ങനെ തുടങ്ങി ഒരേ സമൂഹത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തോട് ചോദിച്ചാൽ കാന്തപുരം പറയുന്നത്, കാന്തപുരം ശരിയെന്ന് പറയുന്നതിനെ പൊന്മള തെറ്റെന്ന് പറയുന്നു. പൊന്മള പറയുന്ന തെറ്റിനെ കാന്തപുരത്തിന്റെ ശിഷ്യനായ പേരോട് വീണ്ടും ന്യായീകരിച്ച് ശരിയെന്ന് പറയുന്നു. ഈ ശരികളെല്ലാം തെറ്റാണെന്ന് കാന്തപുരം വിഭാഗത്തിലെ ഏറ്റവും പ്രമുഖ പ്രഭാഷകനായ നൌഷാദ് ഹസനി തിരുത്തുന്നു. നൌഷാദ് ഹസനി പറഞ്ഞതൊന്നുമല്ല ശരിയെന്ന് ഈ സുലൈമാ മുസ്ലിയാർ പറയുന്നു. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റായി കേരളത്തിൽ ഒരു പ്രസ്ഥാനം, കേരളത്തിലുള്ള പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ LKG ക്കുന്ന കുട്ടികൾ പോലും പറയും കാന്തപുരം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഈ കഴിഞ്ഞകാല എന്റെ പ്രവർത്തനാനുഭവങ്ങൾ വെച്ച് ഞാനും പഠിക്കുമ്പോൾ എനിക്കും ബോധ്യപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്നാണ്. അതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ നേരത്തെ ഇവിടെ വായിച്ചു, നിങ്ങളെ അറിയിച്ചിരിക്കുമെന്ന് തോന്നുന്നു, മാതൃഭൂമിയിലൂടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നൽകിയ അഭിമുഖം. ആ അഭിമുഖത്തിൽ കാന്തപുരം പറഞ്ഞതെന്താണ്? ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഈ കേശം വെച്ചു എന്ന് വരാം. റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് പോലും ഇതിനേക്കാൾ തെറ്റിയുണ്ടാവും. അതിനേക്കാൾ വലിയ, കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ SKSSFന് അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ട നിമിഷങ്ങളാണ്. തന്റെ കയ്യിലുള്ളത് യഥാർത്ഥമല്ല എന്ന് കാന്തപുരത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കാന്തപുരത്തിന് തോന്നി തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ കാന്തപുരം എന്തായിരുന്നു മറുപടി പറയുക? ഞങ്ങളുണ്ടാക്കുന്ന പള്ളികളിൽ, അല്ലെങ്കിൽ ഞങ്ങളുണ്ടാക്കിയ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇത് വെക്കുമെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ കാന്തപുരം എന്താ പറഞ്ഞത്? വെച്ചേക്കാം. കാന്തപുരത്തിന് പോലും ഉറപ്പില്ല. അപ്പൊ കാന്തപുരത്തെ ഞാൻ നിരീക്ഷിക്കുന്നത്, കഴിഞ്ഞ ദിവസം കാന്തപുരം വെല്ലൂരിൽ ഒരു പരിപാടി പങ്കെടുത്തു. ഇന്നലെ ഇന്നെങ്ങാനാണ് ആ പരിപാടി. വെല്ലൂരിലെ പരിപാടിയിൽ വെച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ പങ്കെടുക്കുകയും ആ പരിപാടിയിലെ മുഖ്യാതിഥിയായി മാറുകയും ചെയ്യുമെന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ കാന്തപുരം വെല്ലൂരിലുള്ള ആ ഷാർ മുബാറക്കിനെ മർക്കസിലെത്തിക്കാൻ വല്ല വഴികളുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പത്രപ്രസ്താവന നടത്തിയത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നടത്തിയ പദപ്രയോഗം നിങ്ങൾ കേട്ടതാണിപ്പോ ഇവിടെ. അദ്ദേഹം എന്താ നടത്തിയത്?
അങ്ങനെ ഒരു പള്ളിയില്ല, പള്ളികൾ പലതുമാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരുശേഷം സൂക്ഷിച്ചു എന്ന് വരാം. അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രയോഗമാണിത്. ഈ പ്രയോഗം നടത്തി കാന്തപുരം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പോലും വിശ്വസിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ്. രണ്ടാമത്തെ രേഖ, കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഈ സത്യം കാന്തപുരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ആദ്യമായി റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തുവിട്ട സമയത്ത് അന്ന് ഞാൻ ആ വിഷയം ചാനലുകാരോട് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ കാന്തപുരത്തിന്റെ ദൂതന്മാർ എന്നോട് ബന്ധപ്പെട്ടു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ മണിക്ക് ശേഷം അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് 3/4 മണിക്കൂർ നേരത്തോളം എന്റെ കയ്യിലെ ക്ലിപ്പുകൾ കാണിച്ചെത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നാളെ ഇന്ന ചാനലിലൂടെ പുറത്തു വരാൻ പോവുകയാണ്, നിങ്ങൾക്ക് വല്ലതും പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവസാനം എന്നോട് കൈകൊടുത്ത് ഇറങ്ങിപ്പോരുന്ന സമയത്ത് കാന്തപുരം ചോദിച്ച ഒരു ചോദ്യം മാത്രമാണ്, മോനെ ഇത് പുറത്തു പറയണോന്ന് ചോദിച്ചു. ഞാൻ പറയണം, ഇത് പറയണം പറഞ്ഞു. ഉസ്താദെ ഇത് പറയണം, ഇത് പറയൽ സമൂഹത്തിൽ അനിവാര്യതയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ആരോടാണ് പറയുന്നതെന്നും ഞാൻ ഏത് ചാനലിലാണ് പുറത്തുവിടുന്നതെന്നും ആ സമയത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിലാണ് വിടുന്നതെന്നും സിറാജ് ദിനപത്രത്തിന്റെ സബ് എഡിറ്ററായിരുന്ന ഷാഹിദ് എന്ന് പേരുള്ള റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് ബ്യൂറോ ചീഫിന്റെ കയ്യിലൂടെയാണ് ഈ ന്യൂസ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നതെന്നും ഷാഹിദ് SSFന്റെ പ്രവർത്തകനാണെന്നതുകൂടി അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനാ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് നിഷേധിക്കാനോ തടുത്തു നിർത്താനോ സാധിക്കുമെങ്കിൽ അത് നിഷേധിക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ട് നിർത്തിവെപ്പിക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ കാന്തപുരം അതൊന്നും ചെയ്തില്ല. അല്ലാത്ത പലതും ചെയ്യുന്ന കാന്തപുരം അത് ചെയ്തില്ല എന്നതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഉള്ളിൽ നടക്കുന്ന പടലപ്പിണക്കങ്ങളെ പുറത്തുവന്ന് പൊന്മളെ ഒറ്റപ്പെടുത്താൻ ഇതൊരു വേദിയാകുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് കാന്തപുരം കരുതിയതിന്റെ വ്യക്തമായ നിദർശനമായിരുന്നു ആ സംഭവം. കാന്തപുരം പിന്നെയും മിണ്ടിയില്ല കുറച്ചു ദിവസം. അപ്പോൾ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. കാരണം കാന്തപുരത്തിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് എനിക്കറിയണം. ഈ ഷെയർ യഥാർത്ഥമാണോ അല്ലേ എന്ന ചർച്ച നടക്കുമ്പോൾ കാന്തപുരം എന്ത് മറുപടി പറഞ്ഞിരുന്നെങ്കിലും വ്യക്തമായി അദ്ദേഹത്തിന്റെ കച്ചവടക്കാരനായ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കച്ചവടക്കാരനായ അദ്ദേഹത്തിന്റെ വിശ്വാസം ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയുക എന്ന നിർബന്ധമായൊരു കടമ എനിക്കുണ്ടായിരുന്നു. അത് നിർവഹിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അറിയാൻ വേണ്ടി ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. ചില പരീക്ഷണങ്ങൾ കൂടി അതിനിടയിൽ നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. കാന്തപുരം ഈ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ പ്രതിരോധങ്ങൾക്ക് പകരം ചില കാര്യങ്ങൾ പറഞ്ഞൊതുക്കി എന്നല്ലാതെ അവസാനം മലപ്പുറത്തെത്തിയപ്പോ കാന്തപുരം ആ സത്യം തുറന്നു പറഞ്ഞു. മലപ്പുറത്തെ പരിപാടിയിൽ വെച്ച് കാന്തപുരം പറഞ്ഞു, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരിക്കലും കളവ് പറയില്ല എന്ന കാര്യം കാന്തപുരം കട്ടായമായി തുറന്നു പറഞ്ഞു. അതോടെ ഒരു കാര്യം ഞാൻ പഠിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത എന്ന് പേര് പറയുന്ന സംഘടനയിലെ അതിന്റെ സെക്രട്ടറിയായ SYSന്റെ സംസ്ഥാന പ്രസിഡന്റായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കളവ് പറയില്ല എന്ന് ജനറൽ സെക്രട്ടറി കാന്തപുരം പറയുന്നതോടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കളവ് പറയില്ല എങ്കിൽ ഈ ക്ലിപ്പുകളിലൂടെ ആര് കളവ് പറയുന്നു എന്ന് വരുന്നുണ്ട്. അത് കാന്തപുരം കളവ് പറയുന്നു എന്നാണ്. പൊന്മള പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ പൊന്മളയുടെ ക്ലിപ്പിൽ പറയുന്നത് ഇത് വ്യാജകേശമാണെന്നതിന്റെ തെളിവുകളിലേക്കാണ് പൊന്മള വിരൽ ചൂണ്ടിയത്. ഇത് സനദുകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഇത് പരീക്ഷണങ്ങൾ നടത്തേണ്ടതായിരുന്നു എന്നാണ് വിരൽ ചൂണ്ടിയത്. കാന്തപുരവും മകനും കൂടി നടത്തുന്ന കച്ചവട സാമ്രാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതിനെതിരെ ശക്തമായി തന്നെ എതിർപ്പുകളുമായി രംഗത്ത് വരികയായിരുന്നു പൊന്മള ചെയ്തത്. ഇതൊന്നും കളവുകളല്ല. അങ്ങനെ പൊന്മള കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ കാന്തപുരം കളവ് പറയുന്നയാളും വഞ്ചന കാട്ടുന്ന ആളുമാണെന്ന് വ്യക്തമല്ലേ? ആ സമയത്ത് പൊന്മള മറ്റു ചില കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞു. ഇത്തരം ഒരു അബദ്ധവുമായി കടന്നുപോകുന്ന കാന്തപുരമെന്നും അങ്ങനെ കടന്നുപോയാലുണ്ടാവുന്ന ദുരിതങ്ങളെക്കുറിച്ചും ജിഷാഹിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനിടയിൽ ഈ വ്യക്തി പറഞ്ഞു, ഇത് റോങ് പരിപാടിയാണ്, ഇത്തരം പരിപാടികളെല്ലാം റോങ്ങാണ്. അതിന് എന്ത് വിശദീകരണം ആര് നൽകിയാലും ജാലിയവാല കേരളത്തിൽ വന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വെച്ച് നടത്തിയ ദർശനവും അവിടെ ജനങ്ങൾക്ക് കാണാൻ അത് അനുവദിച്ചു കൊടുത്തതുമെല്ലാം അടങ്ങുന്ന ആ സദസ്സും ആ പരിപാടികളും അത് തിരിച്ചു ബോംബെയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളും എല്ലാം റോങ് ആണെന്ന് കൃത്യമായി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുകയാണ്. ഇത് കേട്ടുടനെ പേരോട് ചാടിയിറങ്ങി. പേരോട് പറഞ്ഞു, പൊന്മള ഉസ്താദ് പറഞ്ഞത് സംഘടനയുടെ സമ്മതമില്ലാതെ, സംഘടനയുടെ സമ്മതം ആരോടും വാങ്ങാതെ ചില പ്രദേശത്ത് ചില ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങളെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത്. പൊന്മള ഉസ്താദ് റോങ് പറഞ്ഞതെന്നാ പേരോട് പറഞ്ഞു.
ഇത് കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. കാരണം പൊന്മുളക്ക് കൃത്യമായി കാന്തപുരത്തിന്റെ കച്ചവടത്തിലെ വ്യാജതകളെ തിരിച്ചറിഞ്ഞ ഒരു ഇന്നലകളുണ്ടായിരുന്നു. കാന്തപുരത്തിന്റെ കൂടെ നടന്ന് പലതും തിരിച്ചറിഞ്ഞ ആളാണ് പൊന്മുള. കാന്തപുരം ചെയ്യുന്ന എല്ലാ കച്ചവടവും എല്ലാ വ്യാജമായ ഇടപാടുകളും പൊന്മുളക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു വ്യാജ കച്ചവടക്കാരൻ തന്നെയായിരുന്നു. വ്യാജ കച്ചവടക്കാരനായ പൊന്മുളക്ക് വ്യാജനായ കാന്തപുരത്തെ തിരിച്ചറിയാൻ നിമിഷങ്ങളും സമയങ്ങളും എന്ന ആവശ്യമില്ല, പരസ്പരം തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ടായിരുന്നു പൊന്മുള അങ്ങനെ പറഞ്ഞത്. പക്ഷേ പേരോട് അബ്ദുറഹ്മാൻ സഖഫി പറഞ്ഞത് എന്താണ്? ഇത് കേട്ടപ്പോ പേരോടിന് ഇതിനൊന്ന് കൂട്ടിയോജിപ്പിച്ച് ഒന്ന് നന്നാക്കണം തോന്നി. പേരോട് പറഞ്ഞു, പൊന്മുള ഉസ്താദ് പറഞ്ഞ് സംഘടനയുടെ സമ്മതമില്ലാതെ അവിടെ നിന്നൊരു സ്വീകരണവും ഇവിടുന്ന് അങ്ങോട്ടൊരു ആനയിലും ഇങ്ങനെയൊക്കെ എത്തിയപ്പോഴാണ് പൊന്മുള ഉസ്താദ് അതിനെ റോങ് എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു കഥ ഓർമ്മ വന്നത്. ഒരു മാതാവ് 2 കുട്ടികളെ കളിക്കാൻ പറഞ്ഞയച്ചിട്ട് ചെറിയ കുട്ടിയും മൂത്ത കുട്ടിയും കൂടെ കളിക്കാൻ പോകുന്ന സമയത്ത് ചെറിയ കുട്ടി നന്നായി കരയുന്നുണ്ട്. അപ്പൊ ഉമ്മ വിളിച്ചു ചോദിച്ചു, എന്താ മോനെ കുട്ടി കരയുന്നത്? അപ്പൊ വലിയ കുട്ടി പറഞ്ഞു, എന്റെ കയ്യിൽ 2 മുളകുണ്ടായിരുന്നു. ഒരു മുളക് ഞാൻ തിന്നാൻ അവന് കൊടുത്തു. അത് തിന്നു കഴിഞ്ഞ ശേഷം 2ാമത്തെ മുളക് കിട്ടാൻ വേണ്ടി കരയുകയാണ് അവൻ. എങ്ങനെയുണ്ട്? ഒരു മുളക് തിന്നാൽ 2ാമത്തെ മുളക് തിന്നാൻ നല്ല പൂതി ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടി കരയുന്ന അതുപോലെ പൊന്മുളെ പറ്റി പേരോട് പറയാണ്, പൊന്മുള ഉസ്താദ് പറഞ്ഞത് റോങ് എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പിന്നാലെ കൂടുകയാണ്. ഇങ്ങനെ സമൂഹത്തെ പരസ്പരം തെറ്റിദ്ധാരണകളിലാക്കി, സമൂഹത്തെ പരസ്പരം ഒന്നും മനസ്സിലാക്കാത്ത വിധത്തിൽ ഈ കാന്തപുരം ഭക്തന്മാരായ കുറെ സുഹൃത്തുക്കളെ, കുറെ സാധാരണക്കാരായ സുഹൃത്തുക്കളെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരുപാട് കാലം ആ പ്രസ്ഥാനത്തിന്റെ നിഴലായി, കാന്തപുരത്തിന്റെ നിഴലായി, കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടുന്ന ആളാണ് ഞാൻ. തൃശൂർ ജില്ലയിൽ വെച്ച് പോലും ഈ മുടി യഥാർത്ഥമാണോ വ്യാജമാണോ എന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നു. ഈ തൃശൂർ ജില്ലയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഒരു സംവാദമായി മാറി. അന്ന് ആ സംവാദ വ്യവസ്ഥയിൽ സത്താർ പന്തല്ലൂർ സാഹിബായിരുന്നു SKSSF മധ്യസ്ഥൻ. എതിർഭാഗത്ത് മധ്യസ്ഥനായി ഉണ്ടായിരുന്നത് ഞാനാണ്. കേരളത്തിൽ 2 സംവാദങ്ങളാണ് ഈ വിഷയത്തിൽ നടന്നത്. ഒന്ന് തനിയമ്പുറത്തും ഒന്ന് നിങ്ങളുടെ ജില്ലയിലും. ഈ 2 സംവാദങ്ങളിലും മധ്യസ്ഥനായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഈ വിഷയത്തിൽ ഇടപെടുമ്പോ പൂർണ്ണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ, ഇഷ്കിന്റെ പേരിൽ മാത്രം പൂർണ്ണമായി വിശ്വസിച്ചൊരു ദിവസമായിരുന്നു, ഒരു സമയമായിരുന്നു, ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചു കൂടെ ഉണ്ടായത് സത്യമാണെങ്കിലും ആ വിശ്വസിച്ച് കൂടിയതിന്റെ പരിണിതി ഞാൻ പിന്നീട് അനുഭവിച്ചു. ഞാനിങ്ങനെ അവരോടൊപ്പം ഒന്നിച്ച് ഈ വിഷയത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇടക്ക് ഹമീദ് വൈസിയുടെ ഇടപെടൽ കാരണം ബോംബെയിലേക്ക് നമുക്കും പോവേണ്ടി വന്നു. 3 വിഭാഗം ബോംബെയിലേക്ക് പോയത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എപ്പോഴും പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ 30 കൊല്ലമായും ജനങ്ങളോട് പറയാറുള്ളൂ എന്ന് പറയുന്ന പേരോടിനോട് എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. മർച്ചിലുള്ള തിരുമുടി എന്ന് നിങ്ങൾ പറയുന്ന ഈ ഷാർ മുബാറക് എന്ന് നിങ്ങൾ പറയുന്ന ഈ വസ്തു നിങ്ങൾ വ്യക്തമായി കണ്ടിട്ടുണ്ടോ? ഇതിന് നേലുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ യഥാർത്ഥ സനത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാത്രമല്ല, ഇത് നൽകിയ ബോംബെയിലെ ജാലിയൻവാലയെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? വെറുതെ മൂപ്പരിങ്ങനെ സാധാരണ ഞാൻ ബോധ്യപ്പെട്ടതേ പറയാറുള്ളൂ. അങ്ങനെ ബോധ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ബോംബെയിൽ പോയിട്ട് എന്തിന് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ നിങ്ങൾ പോയില്ല? എന്നത് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഇത് ഷാർ മുബാറക്കാണെന്ന് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി പേരോടെ നിങ്ങൾ അഖിലേന്ത്യാ സമ്മേളനത്തിന് ബോംബെയിൽ പോയപ്പോ സുഹൃത്തുക്കളായ ആളുകൾ, പ്രവർത്തകർ പറഞ്ഞു തൊട്ടടുത്താണ് ഈ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോ പേരോടിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ പേരോട് പറഞ്ഞതെന്താ? അവിടെ പോയാൽ അത് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് പേരോട് സദസ്സിനോട് ചോദിക്കുകയാണ്, എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പറയുമ്പോൾ തന്നെ സാധനം എന്താന്ന് തിരിയില്ലേ എന്നാ പേരോട് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണതെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രയോഗം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നോ? നിങ്ങൾക്ക് പോലും വിശ്വാസമില്ല എന്ന് നിങ്ങളുടെ സിഡിയിലെ പ്രഭാഷണത്തിലെ ആ ഭാഗം മാത്രം തെളിയിക്കുന്നുണ്ട്. എന്നിട്ട് പേരോട് നിങ്ങൾ പരീക്ഷണത്തിന് പോകണ്ട, നിങ്ങൾ നിരീക്ഷണത്തിന് പോകണ്ട, ജാലിയൻവാലയുടെ അടുത്ത് നിങ്ങൾ പോയി ഒരു പരീക്ഷണം നടത്തേണ്ട. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ അവിടെ നിന്ന് പോയിക്കൂടായിരുന്നോ? വിശ്വാസമില്ല എന്നതിന്റെ വ്യക്തമായ ഒരു മറ്റു തെളിവ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായാൽ കാന്തപുരത്തിന്റെ ആളുകൾ തന്നെ പറയാറുള്ളത് എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞാൽ മതി എന്നാണ്. മറ്റ് തെളിവുകളൊന്നും വേണ്ട.
ഇങ്ങനെ ചേർത്ത് പറഞ്ഞാൽ പോയി നമുക്ക് നോക്കാം, ബർക്കത്തെടുക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൗമിന്റെ ജനറൽ സെക്രട്ടറി ബോംബെയിൽ ചെന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് കാന്തപുരം ഉസ്താദിന് വിശ്വാസമാണ്. റസൂലുള്ളാഹി തങ്ങളെ വിശ്വാസമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തില്ലേ? നിങ്ങൾ പറയുന്ന ഷഹർ മുബാറക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോംബെയിൽ പോയി അതൊന്ന് കാണാൻ, ഒന്ന് മുത്തമിടാൻ, ഒന്ന് ബർക്കത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, നിങ്ങൾ പോയില്ല എന്നതിന് നിങ്ങൾ മറുപടി പറയണം. അങ്ങനെ പേരോട് പോയില്ല. പേരോട് പോയില്ലെന്ന് മാത്രമല്ല, അത് കണ്ട് ബോധ്യപ്പെടാൻ അനിവാര്യമായ ഒന്നും അയാൾ ചെയ്തിട്ടില്ല. എന്നിപ്പോ വന്ന് പറയാണ് എനിക്ക് ബോധ്യതയെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തതോടെ ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു, നിങ്ങൾ ഇത് അംഗീകരിക്കുന്നവരല്ല. ജിഷാൻ മാഹിയോട് സംസാരിച്ചു. ജിഷാൻ മാഹി 4.5 മണിക്കൂർ നടത്തിയ സംഭാഷണത്തിൽ ജിഷാൻ മാഹിയോട് എന്താ പറഞ്ഞത് പേരോട്? ജിഷാൻ ചോദിച്ചു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് അല്ല എന്ന് നിങ്ങൾ പറയുമോ? അപ്പൊ പേരോട് പറഞ്ഞില്ല, അങ്ങനെ ഞാൻ പറയൂല, അല്ലെന്ന് ഞാൻ പറയൂല, എന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയൂല. അപ്പൊ ജിഷാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് ആണെന്ന് ഉറപ്പിച്ചു പറയും? അപ്പൊ പേരോടിന്റെ മറുപടി ആണെങ്കിലും അല്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞു പുറത്തെ വിടലാണ്. ആണെന്ന് പറയാൻ എന്തുകൊണ്ട് പേരോടിന് ചങ്കൂറ്റം ഉണ്ടാവുന്നില്ല? കാന്തപുരം ആണെന്നല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് പേരോട് ആണെന്ന് പറയുന്നില്ല? അപ്പൊ ഇതിലൊക്കെ ചില കളികളുണ്ടെന്ന് പേരോടിന് തന്നെ ബോധ്യമുണ്ട്. പിന്നെന്തിനാ ഈ പാവപ്പെട്ട പ്രവർത്തകരെ തെരുവിലിട്ട് ഈ വിധത്തിൽ ഇങ്ങനെ അപഹാസ്യരാക്കേണ്ട ആവശ്യമാണ്? അങ്ങനെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടെയുള്ള ആളുകൾക്ക് പലർക്കും ഇതിൽ വിശ്വാസമില്ലാത്ത വിധം ഇന്ന് വളരെ ഉള്ളിൽ അന്തഛിദ്രതയാൽ ആകെ പ്രശ്ന കലുഷിതമാണ് ഈ സംഘടനക്കുള്ളത്. ഈ പറയപ്പെട്ട ജാലിയൻവാലയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിലേക്ക് ഞാൻ പോയി, അന്വേഷണത്തിന്റെ ഭാഗമായി പോയി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കാന്തപുരം ഒരു പ്രാവശ്യം പോലും ബോംബെയിൽ പോയിട്ടില്ലായിരുന്നു. കാന്തപുരം ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് ഹമീസ് ഫൈസിയുമായിട്ട് പത്രസമ്മേളനം നടത്തി. ബോംബെയിൽ പോയിട്ട് 2 ദിവസം അദ്ദേഹം അവിടെ നിൽക്കുകയും അവിടുന്ന് പഠനങ്ങൾ നടത്തിയതിന്റെ പുലിവാൽ ഇപ്പോഴും തീർന്നിട്ടില്ല, ആ പുകിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. 2 ദിവസം അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ഇന്നും കേരളത്തിൽ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുമ്പോ 60 ദിവസം ജാലിയൻവാലയെ കണ്ട ഞാൻ പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും? 2 ദിവസം കണ്ട ആളാണ് ഈ പറഞ്ഞത്. ഇനി 60 ദിവസം ജാലിയൻവാലയെ നേരിൽ കണ്ട് കൂടെ ഇരുന്ന് കാര്യങ്ങളുടെ A to Z പഠിച്ച ആളാണ് ഞാൻ. ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രദേശത്ത് എനിക്ക് നന്നായി വളരെ മുമ്പ് ഈ പ്രദേശങ്ങളിൽ കാന്തപുരത്തിന്റെ അനുയായിയായി പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായി വന്ന പ്രദേശമാണ്. ഇവിടെ SKSFന്റെ പ്രവർത്തകർ കുറവാണെന്ന് അന്നേ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട SSFകാരെങ്കിലും ഈ സദസ്സിന്റെ ദൂരങ്ങളിൽ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാറുണ്ട്. എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന് വേണ്ടി ഇപ്പോൾ എന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്തപുരം പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഉറപ്പുകൾ എന്റെ മുന്നിൽ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ? ഇവിടെ പ്രസംഗിക്കുന്ന ഉസ്താദുമാരും ഇനി പ്രസംഗിക്കില്ല. നിങ്ങൾ വന്നു നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ സദസ്സിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ നിങ്ങൾക്ക് കയറി വരാം. ഇത് ഈമാനിന് വേണ്ടി മാത്രം വിളിക്കുന്ന വെല്ലുവിളി, അല്ലാതെ നിങ്ങളെ പരാജയപ്പെടാനല്ല. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഇത്തരം വെല്ലുവിളികൾ വരുന്ന സമയത്ത് ഈ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ സദസ്സിൽ നൌഷാദ് ഹസനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SKSFന്റെ കുട്ടികൾ മുന്നിൽ വന്നിട്ട് വെല്ലുവിളിച്ചു, ഞങ്ങൾക്ക് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ മറുതലയിൽ ഒരു മൂലയിലിരിക്കുന്ന ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ആ സമയത്ത് കത്തെഴുതി മറുപടി കൊടുത്തത് ഈ ജില്ലയിലാണ്, ഈ പ്രദേശത്താണ്, ഇതിന് തൊട്ടടുത്താണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അന്ന് എനിക്ക് നെഞ്ചുറപ്പുണ്ടായിരുന്നു നിങ്ങളുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ. ഞാൻ പോയപ്പോ നിങ്ങളുടെ നെഞ്ചുറപ്പൊക്കെ പോയോ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ നെഞ്ചുറപ്പൊക്കെ പോയിട്ട് നെഞ്ചിടിപ്പുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരാ, ഞാൻ ചോദിക്കുന്നു, ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസിയുടെ ബാധ്യത നമുക്ക് ബോധ്യപ്പെട്ട സത്യം വിളിച്ചു പറയലാണ്. സംശയങ്ങൾ ഉണ്ടാകുമ്പോ അതുമായി ബന്ധപ്പെട്ടവരുടെ മുന്നിൽ വന്ന് അത് തെളിയിക്കാനുള്ള വെല്ലുവിളി എടുക്കാൻ കഴിയണം. ഇതാ ഞാൻ ചോദിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകത്തിന് നിങ്ങളുടെ സംസ്ഥാന തല നേതാക്കൾ മുതൽ അഖിലേന്ത്യാതല ജനറൽ സെക്രട്ടറിയെ പോലും മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ മറ്റൊരു ഉസ്താദുമാരില്ലാതെ ഈ വിഷയം കേരളത്തിന്റെ ഏത് പ്രദേശത്ത് വെച്ചും തെളിയിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് സന്നദ്ധനാണെന്ന് ഞാനിവിടെ വെല്ലുവിളിക്കുകയാണ്. കേട്ടോളൂ ഇനി പറയാൻ പോകുന്നത്. 70, 40, 27 എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് SSFകാരുമുണ്ട്. ഇപ്പോ SSFകാരോട് ഈ കണക്ക് പറഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് അവർ നിൽക്കൂല. 70, 40, 7. പണ്ട് ജിന്ന് എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഓടും പോലെ SSFകാരുടെ സ്ഥലം വിടും. SSF ചേരാനുള്ള മെമ്പർഷിപ്പിന്റെ കാലാവധിയല്ല ഇത്, അല്ലെങ്കിൽ വയസ്സിന്റെ വയസ്സിലത്
പിന്നെന്താണ് ഇവിടെ ഉസ്താദിന്റെ വിശദീകരിക്കാൻ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ബോംബെയിലെ ജാലിയൻവാലയുടെ അടുത്ത് ഞാൻ പോയി. ഈ പത്രസമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയിട്ട് 12 ദിവസം ഞാൻ അവിടെ താമസിച്ചു. 12 ദിവസം താമസിച്ച സമയത്ത് പ്രിയപ്പെട്ട പല ഉസ്താദുമാരെയും ആ സമയത്ത് ഞാൻ വിളിച്ച് ഷെയ്ഖിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഷെയ്ഖ് എനിക്ക് പറഞ്ഞു തരുന്ന മറുപടി പറഞ്ഞു തരാറുണ്ടോ? ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തലകറക്കുണ്ടായിരുന്നു. ഷെയ്ഖ് കുറച്ച് മന്ത്രി ചെന്നപ്പോൾ എനിക്കത് കൂടി ഉടൻ തന്നെ ഞാൻ മേലെ പോയിട്ട് കിടന്നുറങ്ങി. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ കൂടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ആദ്യമായി കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് സനദ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തു കാണിച്ചു കൊടുക്കുന്ന കോട്ടക്കൽ പരിപാടിയിൽ വെച്ച് വനിത സമ്മേളനം എന്ന പേരിൽ നടത്തിയ സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഹിച്ച സനദ് കാണിച്ചു കൊടുത്തുകൊണ്ട് ജാലിയൻവാലയോട് ഞാൻ ചോദ്യം ചോദിച്ചു, ജാലിയൻവാല നിങ്ങൾ കാന്തപുരത്തിന് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു പേര് എങ്ങനെയാ വന്നത്? ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു ചെല്ലണ്ട, ബോംബെയിൽ ഒരാളാണ്. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് ജാലിയൻവാല പറഞ്ഞു എനിക്ക് അയാൾ അറിയില്ല. ഞാനാകെ അപ്സെറ്റായി. ഇത്രയും കാലം ഈ വലിയ മനുഷ്യൻ വായിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളും ഇത് ഏറ്റുപാടിയിട്ടുണ്ടായിരുന്നു. എന്താ ആകെ തളർന്നു. അപ്പൊ രേഖകളാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. ഞാൻ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം കണ്ടുപിടിക്കണം തീരുമാനിച്ചിറങ്ങി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ അങ്ങനെ സനദുമില്ല, എന്റെ ഒരു ഷജർ ഉണ്ട് എന്ന് പറഞ്ഞത് കാണുന്നു. അത് ഞാൻ പണ്ടേ കണ്ടതാണ്, അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ ഇവർക്ക് ഈ ഷെയർ കൊടുത്തു എന്ന് പറയുന്ന ആരിഫ് ബറക്കാത്തിയെ കണ്ടെത്തി. ആരിഫ് ബറക്കാത്തിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആരിഫിനോട് ചോദിച്ചു, എങ്ങനെയാണ് ജാലിയൻവാല സനദ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, നിങ്ങൾ കാന്തപുരത്തിന്റെ കയ്യിൽ സനദ് എത്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ അവസാനം ആരിഫ് സത്യം സമ്മതിച്ചു. ഖുർആൻ എന്റെ മുന്നിൽ എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ പിടിച്ച് സത്യം ചെയ്തിട്ട് അയാൾ പറഞ്ഞു, ഇതിനി ഒരാളോട് പറയാൻ പാടില്ല, ഞാൻ സത്യം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഉറപ്പിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന റസൂലുള്ളാഹി തങ്ങളുടെ മോജിസത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. റസൂലുള്ളാഹിയുടെ മറ്റൊരു മോജിസത്തായ ഷഅർ മുബാറക്കിനെ കുറിച്ച് സനദ് ആരോടും പറയരുത് അതിന്റെ സത്യമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു, ഖുർആൻ എന്നോട് പറയുന്നതായി ഇത് നീ പറയേണ്ടതാണ്, ഇത് എനിക്ക് പറയാനാണ് ഖുർആൻ ഇവിടെ സാക്ഷി നിൽക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെ കളവ് വരെ പറയാതിരിക്കലാണ് കളവ്. അപ്പൊ അദ്ദേഹം ഖുർആൻ പിടിച്ച് സത്യം ചെയ്താലും അത് പറയണമെന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ കൃത്യമായി പറയാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ ആ സമൂഹത്തോട് ഇത് ഞാൻ വിളിച്ചു പറയുന്നു. കേരളത്തിൽ മുഴുവൻ ഒരുപാട് സ്ഥലങ്ങളിലായി ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളും മറുപടിക്ക് കണ്ടില്ല. വഹാബ് സഖാഫി ആരോട് പറഞ്ഞത്ര മുഹമ്മദിന് ഞാൻ മറുപടി പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് വിളിക്കുമെന്ന് എനിക്കും അറിയാം. കാരണം വഹാബ് സഖാഫിക്ക് ഇപ്പൊ മുടി പറയാനില്ല. ആകെ പറയുന്നത് കേരള യാത്രയെ പറ്റിയാണ്. ആരെന്ത് പ്രസംഗിച്ചാലും പണ്ടൊരു കള്ളുടിയും കൈമുട്ടിയില്ലേ, പരസ്പരം ഇങ്ങനെയായി മുട്ടിയതുപോലെ ഇവിടുന്ന് SKSSF എന്ത് പറഞ്ഞാലും മറുപടി മൂപ്പര് കേരള യാത്രയായിരിക്കും. എന്താ വഹാബ് സഖാഫിക്ക് കേരള യാത്രയായിട്ടുള്ള ബന്ധം? കേരള യാത്രയിൽ നിരാശനായി കഴിയുമ്പോ വിമോചനയാത്ര ഇതേ തൃശൂർ ജില്ലയിൽ നിന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് കച്ചുണ്ടാക്കാൻ പറഞ്ഞയച്ചതാണ് മൂപ്പർക്ക് കേരള യാത്രയായിട്ടുള്ള ബന്ധം. അതാണ് ബന്ധം. ആ മൊബൈൽ പിന്നീട് ആൺകുട്ടികളുടെ കയ്യിലായി അതിൽ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നു. ചിലപ്പോൾ അതൊക്കെ പുറത്തു നിന്നും വരും. ആകെ വഹാബ് സഖാഫിയുള്ള ബന്ധാണ്. കേരള യാത്ര എന്ന് പറഞ്ഞ് ഇന്ന് എടുത്തു കാണിക്കുന്ന കേരള യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വേദിയിൽ പോലും ഒരു പ്രഭാഷണത്തിന് വഹാബ് സഖാഫിക്ക് അവസരം കൊടുത്തിരുന്നില്ല. അതിന് തൊട്ടു മുമ്പ് 3 മാസക്കാലത്തേക്ക് ഈ ഷെയറിന്റെ വിഷയം പ്രസംഗിച്ചതിന്റെ പേരിൽ പിടിച്ച് സംഘടന 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വഹാബ് സഖാഫിയെ. അതേ വിഷയത്തിന്റെ പേരിൽ തന്നെ വഹാബ് സഖാഫിയെ കോഴിക്കോട് SSFന്റെ ഓഫീസിൽ മറ്റൊരു സമയത്ത് പിടിച്ചിരുത്തിയിട്ട് കുറെ അധ്യാപകരും മാഷന്മാരും കുറച്ച് സഖാഫിമാരും കൂടി സംസ്ഥാന കമ്മിറ്റി വിളിച്ചിരുത്തിയിട്ട് ഇനി മുതൽ ഈ മുടി വിഷയം കേരളത്തിൽ പറയില്ലെന്ന് പറഞ്ഞ് ഒപ്പിടിവിച്ചു വാങ്ങിയത് ഇതേ വഹാബ് സഖാഫിയോടാണ്. നിഷേധിക്കൂ, തെളിവുകളപ്പോൾ വരും. ഈ വഹാബ് സഖാഫി കേരള യാത്രയുടെ ഒരു സ്റ്റേജിൽ എത്തിയില്ല. ഈ മനുഷ്യനെ തൃക്കരിപ്പൂരിൽ വെച്ച് നടന്ന സ്വീകരണത്തിൽ മഗ്‌രിബിന് ശേഷം നടന്നൊരു സ്വീകരണമായിരുന്നു അത്. ഞാനും ഉണ്ട്, എന്റെ നാട്ടിലത്തായതുകൊണ്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ആ സ്വീകരണത്തിന്റെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ വഹാബ് സഖാഫി റോഡിലൂടെ തേരാപ്പാര ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്റെ കൈ ഇങ്ങനെ പിടിച്ച് പറഞ്ഞു, ഇച്ചു ഭയങ്കര വിഷമാണ്. ഉപ്പര മലപ്പുറം ഭാഷയിൽ പറഞ്ഞു, അതേപോലെ കോട്ടയാണ്. എനിക്ക് ഇച്ചു ഭയങ്കര വിഷമായി പോയി. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. കേരള യാത്രാംഗങ്ങളിലെ ഈ നേതാക്കളിൽ ഒരു കുട്ടി പോലും വഹാബ് സഖാഫിയെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കാന്തം അബൂബക്കർ മുസ്ലിയാരെ പിന്തുണക്കുന്ന സംഘടനയിലെ യുവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരിൽ ആ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വഹാബ് സഖാഫി കേരള യാത്രയിൽ എവിടെയെങ്കിലും പ്രസംഗിച്ചതിന്റെ ഒരു 3 മിനിറ്റ് ക്ലിപ്പെങ്കിലും കൊണ്ടുതരാൻ SSFകാർക്ക് സാധിക്കുമോ?
അങ്ങനെ അത്തരക്കാരെ മാറ്റി നിർത്താൻ വേണ്ടി മാത്രം ശുദ്ധി കലശത്തിന് വേണ്ടി നടത്തിയ മമോദിസയായിരുന്നു അത്. അങ്ങനെ നടത്തിയൊരു പരിപാടി തന്നെയാണ് കേരള യാത്ര. ഈ വഹാബ് സക്കാഫി അല്ലാതെ മറ്റാർക്കും ഇപ്പൊ മറുപടി പറയാൻ തട്ടില്ല. ആ വഹാബ് സക്കാഫി പോലും പറയുന്നത് എന്റെ ഈ ചോദ്യങ്ങൾക്ക് ഇനി മറുപടിയില്ല എന്നാണ്. അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാൻ SSFകാർക്ക് സാധിക്കുമെങ്കിൽ സംവാദം നടത്തിയ നൗഷാദ് ഹസനെ നിങ്ങൾക്കും പോയി, ഞങ്ങൾക്കും പോയി, നാട്ടുകാർക്കും പോയി, ആർക്കുമില്ല. ഇപ്പൊ നൗഷാദ് ഹസനെ എന്റെ സുഹൃത്ത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തോട് നിങ്ങൾ ചെന്നിട്ട് പറയാം നിങ്ങൾക്ക് മുജാഹിദിനെതിരെ ഒരു പ്രസംഗമാണെന്ന് പറഞ്ഞാൽ മൂപ്പര് പ്രസംഗിച്ചു തരും. നിങ്ങൾ വിളിച്ചാൽ മതി, നമ്പർ ഞാൻ തരാം. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു തരും. അത് കഴിഞ്ഞ് പോകുന്ന വഴി തന്നെ ഒരാൾ നിർത്തി കൈ കാണിച്ചിട്ട് ഉസ്താദ് അവിടേക്ക് നിങ്ങളൊന്ന് മുജാഹിദ് അനുകൂലമായിട്ട് വേണമെന്ന് പറഞ്ഞാലും മൂപ്പര് തരും. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലന്റെ ബോർഡർ കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരാൾ വിളിച്ച് പറയാണ്, അല്ല ഉസ്താദ് നിങ്ങൾ എന്ത് പണിയെടുത്തത്? തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ മുജാഹിദിനെതിരെ, ഇപ്പൊ മുജാഹിദിന് വേണ്ടി പിന്നെ മുജാഹിദിനെതിരെ 2 പ്രസംഗം നടത്തി. ഇത് രണ്ടും തെറ്റല്ലേ? എന്നാ പിന്നെ ആ വിഷയത്തിലും ഒരു പ്രശ്നം. അതിന് മൂപ്പർ റെഡിയാണ്. ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെ പോലെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹസനയോട് എന്റെ വാക്കുകൾ കുറച്ചുകൂടി കടുപ്പം കൂടിപ്പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആദർശത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് പറയട്ടെ, കുതിരവട്ടത്തെങ്ങാനും ഒരു യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചേക്കും. ഇത് അങ്ങോട്ടുള്ള പോക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് വഞ്ചിച്ചതെന്നാണ്. അപ്പൊ എനിക്ക് ഞാൻ ആരാണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ ആരാണെന്നുള്ളത്. ഇത്ര ഒരുപാട് സംവാദം നടത്തിയെന്നും മുഖാമുഖം നടത്തിയെന്ന് പറഞ്ഞ ഒരാളുടെ തലയിലെ തലച്ചോറ് വാങ്ങി ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് പകരം എന്റെ തലച്ചോറ് അവിടേക്ക് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വിഡ്ഢിത്ത ഇത്. എന്നിട്ട് ഈ വിഡ്ഢിത്ത പറയാണ് മലപ്പുറത്തെ സുന്നി മഹലിൽ പോയി ഞാൻ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ സമസ്കര പറഞ്ഞു, എന്നിട്ട് അനുകൂലവുമായി പറഞ്ഞു. ഒരു അവലോകന പ്രസംഗം. അതിന്റെ മുന്നിൽ എന്തിനാ ഒരു കുന്തം കുത്തിവെച്ചത് ഒരു ക്യാമറയായിട്ട്? എന്തിനാ ഈ അവലോകന അഭിനയത്തിൽ സാധാരണ ഇങ്ങനെ ക്യാമറ കുത്തിവെക്കാറോ? ഒന്നും വേണ്ട. അതിലൊരു ദുആ ഉണ്ട് അദ്ദേഹം നടത്തുന്ന സമസ്തയുടെ പാതയിൽ അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. അള്ളാഹിനോടുണ്ടോ അഭിനയം? റിഹേഴ്സൽ ഇത് പാണക്കര തങ്ങന്മാരുടെ കൈപിടിച്ചു മുത്തിയ റിഹേഴ്സലാണോ? പറയണം മറുപടി. ഇതിനൊക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അതേ പ്രസംഗത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്ന പല വാക്കുകളുണ്ട്. അതിൽ ചിലർ കേട്ട ചിരിച്ചു വീണു മനുഷ്യൻ. അതിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കാന്തപുരം വിഭാഗത്തിൽ പലരും പുറത്തു പോരാൻ താല്പര്യമുള്ളവരാണെങ്കിലും കാന്തപുരം അവർക്ക് ഓവർ കൊടുത്ത് നിർത്താറാണുള്ളത്. അപ്പൊ കാര്യം നമുക്ക് പിടുത്തം കിട്ടി. മുപ്പര് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഓഫർ അവിടെ കൊടുത്തയച്ച CD ഓഫർ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവാം. അല്ലാതെ മറ്റു സാധ്യതയില്ല. കാരണം ചിലപ്പോൾ ഈ റെക്കോർഡിങ്ങിന് ശേഷമാണ് എയർപോർട്ട് പ്ലാസയിൽ വെച്ച് കാന്തപുരത്തെ ഇദ്ദേഹം കണ്ടതിന്റെ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. കണ്ടത് എന്തിനാണെന്നും കണ്ടിട്ട് നൽകിയ ഓഫർ ഗോവയിലേക്ക് നാടുകടത്താനാണ് തീരുമാനിച്ചത്. പണ്ട് 1921 നാട് കടത്തിയത് അന്തമാനിലേക്കായിരുന്നു. കാന്തപുരം പറഞ്ഞ് ഗോവക്കടുത്തൊരു പള്ളിയിൽ വിവാഹം വെക്കണം 6 മാസം നാട് കടത്താൻ വേണ്ടി. ഇങ്ങനെ തീരുമാനിച്ചതിന്റെ ക്ലിപ്പുണ്ട്. അനാവശ്യമായ വിവാദത്തിലേക്ക് സ്വയം നശിക്കാൻ തീരുമാനിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് അബദ്ധമായിരിക്കുമെന്നും നിങ്ങൾക്ക് ആൺകുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു നിലപാടില്ലത് എല്ലാവരെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. 5 കൊല്ലത്തെ അനുഭവം കൊണ്ട് നിലപാടില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ ഭാഷയിൽ ഞാൻ നിങ്ങളെ വഞ്ചിച്ചു. അപ്പൊ നിങ്ങളെ കാര്യം ഞാൻ അറിയാമെന്നാണ് മനസ്സിലായത്. അപ്പൊ നിങ്ങളെ നിലപാടിപ്പുറത്തുള്ളത്, നിങ്ങളപ്പുറത്തും. നിങ്ങൾ വെറും ഡമ്മിയാണിപ്പോ, ഒന്നുമില്ല അതിനകത്ത്, സീറോ ആണ്. കുറെ ഇബാറത്തുകൾ കയ്യിലുള്ളതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഇബാറത്തുള്ള ആളുകളുടെ പേരുണ്ട്? ഇബാറത്തില്ലേ കുറെ? അയാളെ കൊണ്ട് എന്തോ കാര്യമുണ്ടോ സമൂഹത്തിന്? വിവാദത്ത് കൊണ്ട് മാത്രം കാര്യമില്ല. അതെന്തെങ്കിലും ചെയ്യാൻ അത് വിന്യസിക്കേണ്ടത് എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന് ആത്മീയതയും വിശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷെ വിശ്വാസത്തിന്റെയൊക്കെ അടിത്തറ ഏതാണ്? നിലപാടാണ് അടിത്തറ. എന്തെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. അടിത്തറയാകുന്ന നിലപാടുണ്ടെങ്കിലേ മനുഷ്യനാവുകയോ പിന്നെയല്ലേ വിശ്വാസിയാവുക. അതുകൊണ്ട് സുഹൃത്തിനോട് ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ വിഡ്ഢിത്തം, നിങ്ങൾ എന്താ പറഞ്ഞത്? SKSSFനെ കുറിച്ച് അവലോകനം നടത്താൻ സുന്നി മാലിൽ വന്നു എന്ന് പറഞ്ഞാൽ ഏത് മണ്ടൻ വിശ്വസിക്കോ? SKSSFനെതിരെ പ്രസംഗിക്കാൻ സുന്നി മാലില്ലേ ഹസൻ സഖാഫി കാത്തിരുന്നു നിങ്ങൾ അവിടെ കയറ്റാൻ വേണ്ടി. സുന്നി മാൽ വന്നിട്ട് അയാൾ ചെയ്ത അതാണത്രേ. ഏതായാലും ഇനി വരാനുണ്ട്, ഒരുപാട് ജ്വല്ലറികൾ ഇനിയും വരും ഇൻഷാ അല്ലാഹ്, പിന്നാലെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ അതാണ് അവസ്ഥ. അങ്ങനെ കാന്തപുരത്തിന്റെ ആളുകൾ ഇത്രയേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സനദിനെ കുറിച്ച് ഞാൻ ഇയാളോട് ചോദിച്ചു. ആരിഫ് ബറക്കാത്തി എന്നോട് പറഞ്ഞു, സനദ് പ്രശ്നം വന്നപ്പോ കാന്തപുരം ഉസ്താദ് വിളിച്ച് ഷെയ്ഖ് അബൂബക്കർ വിളിച്ച് എന്നോട് പറഞ്ഞു, സനദ് വേണം, ജാലിയവാലയിൽ നിന്ന് വാങ്ങിച്ചു തരണം, 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ജാലിയവാലയോട് സംഭവം പറഞ്ഞു. ജാലിയവാല പറഞ്ഞു, എന്റെ കേസ് സനദില്ല, മുപ്രയിലില്ലാതെ കൊടുക്കാൻ പറ്റൂലല്ലോ. പേരോടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ പറയാം, സിറാജുൽ ഹുദയിലേക്ക്
പിന്നെ മൂപ്പര് സനദോ അടിരേഖ എന്ത് രേഖ വേണം തരുമായിരിക്കും. വീണ്ടും കാന്തപുരം പറഞ്ഞു 2 ലക്ഷത്തിന് തരുന്നില്ലെങ്കിൽ 5 ലക്ഷം തരുമെന്ന് പറയാം. 5 ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് പറയാം. അഞ്ച് ലക്ഷത്തിന് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വീണ്ടും ജാലിയവാല പറഞ്ഞു എന്റെ കയ്യിലില്ല. മറുപടി തരാം. അപ്പൊ പിന്നെ ജാലിയവാലയുടെ അടുത്ത് നിന്ന് നിരാശനായി വരുന്ന ആരിഫ് ബറക്കാത്തി വിളിച്ചു പറഞ്ഞു ഷെയ്ഖ് അബൂബക്കറിനോട് ഇല്ല, സനത് കിട്ടാനില്ല. അപ്പോ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന് പറയില്ല അയാളെ, പണ്ടങ്ങനെ പറഞ്ഞിട്ടുള്ള പുറത്തു വരട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് സമസ്ത എന്ന പേരിൽ ആരും പ്രവർത്തിക്കുക. സമസ്ത കേരള പുലയ മഹാസംഘം ഇല്ല ഇവിടെ. അതുകൊണ്ട് മാത്രം സമസ്തയാവണമെന്നുണ്ടോ? ഹെലികോപ്റ്റർ നോക്കിയിട്ടാണ് ഒരു നേതാവിനെ നിശ്ചയിക്കുക സമസ്തയുടെ? അങ്ങനെയാണ് യൂബലി നിങ്ങളുടെ നാട്ടിനല്ലേ ഏറ്റവും വലിയ പണക്കാരനല്ലേ, അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പറ്റുമോ? അദ്ദേഹം കമ്മീഷനാണ്. എന്തൊക്കെയാണ് അദ്ദേഹം? ഇപ്പൊ സമ്പത്തും ഇതൊക്കെയാണ് നോക്കുക. ഇനിയിപ്പോ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇന്നലൊക്കെ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കാണുന്നത് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ച ആള് ഉസ്താദിനെ അറിയാം, CM ഇബ്രാഹിം സാഹിബ. അങ്ങനെ സാധനം നടക്കൂല. മൂട്ട് പ്രഖ്യാപിച്ച ഒരു സാധനം നടക്കൂല. ഒരുപാട് അനുഭവമുള്ളൂ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വരുന്നു സങ്കല്പിക്കാം. നല്ല സുഖമല്ലേ? ഇനി അടിച്ചൂടെ റെസിപ്റ്റ്? ഹെലികോപ്റ്റർ പോരെ, നമുക്ക് ഹെലിപ്പാഡ് വേണ്ടേ? കേരളത്തിൽ ഒരു 5 ഹെലിപ്പാടെങ്കിലും കാന്തപുരം ഉസ്താദിന്റെ പേരിൽ വേണം. മർഹൂം എന്ന് പറഞ്ഞിട്ടോളൂ, എന്നാലും പ്രശ്നമില്ല. പിന്നെ ഹെലികോപ്റ്ററിന് ഒരു ദുരന്തം, അതും കൂടി മനസ്സിലായിക്കോളൂ. ഹെലികോപ്റ്റർ നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോ അതിനുള്ളിലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് മോശമാണ്, അത് മോശം ഓർത്തോട്ട്. കാരണം താഴെ നിന്ന് ആളുകൾ കണ്ടാൽ മോശമല്ലേ? കാരണം ഇങ്ങനെ ഒരാൾ മേലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹെലികോപ്റ്റർ ഇനിയിപ്പോ ചിലപ്പോ ആ ഹെലികോപ്റ്ററിന് എന്താ പേരിടാൻ അല്ലാഹുവല്ലോ. ഈശാൻ പറഞ്ഞ പോലെ ആയിഷാ ബീബിന്റെ കാലത്ത് ഡിജിറ്റൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും പേരിടുമോ എന്നുള്ള അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോ ഒരു പണ്ഡിതന്റെ വില നിശ്ചയിക്കുന്നത് ഇത് നോക്കിയിട്ടാണത്രേ. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളുടെ പേരിൽ നിങ്ങൾ വില നിശ്ചയിക്കും? സായിബാബന്റെ പേരിൽ നിങ്ങൾക്ക് നിശ്ചയിച്ചുകൂടായിരുന്നോ? അതിന്റെ പേരിൽ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെയുള്ള ഒരാളാണെന്ന്? അങ്ങനെ ഒരാളുമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾ വലുതാണെന്ന് പറഞ്ഞ് വഹാബ് സക്കാഫി പ്രസംഗിച്ചു നടന്നപ്പോ SSFന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി ഇന്നുമുള്ള റസാഖ് സക്കാഫി വഹാബ് സക്കാഫിനോട് പറഞ്ഞു അതിന്റെ പേരിൽ മാത്രമൊന്നും മൂപ്പരെ വലുതാക്കേണ്ടതില്ല, അങ്ങനെയാണ് മാതാ അമൃതാനന്ദമയില്ലേ ഇവിടെ എന്ന് ഇന്നത്തെ SSFന്റെ നേതാവ് ചോദിച്ചത് വഹാബ് സക്കാഫി പറയുന്നത് രേഖയായി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത്രത്തോളമുള്ള ഒരു കാലം. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് കൊണ്ട് ഞാൻ വിഷയം ചുരുക്കിയിട്ട് ഉസ്താദിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ചിലപ്പോൾ 26 കൊല്ലത്തുണ്ട്, അത് ഒരു എപ്പിസോഡ് പൂർത്തിയാക്കണം തന്നെ ഒരുപാട് സമയം എടുക്കും. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഈ പറയപ്പെട്ട ഈ ജാലിയവാലയും ഇത് പറഞ്ഞു, ആരിഫ് ബറക്കാത്തി പറഞ്ഞു, എന്നോട് കാന്തപുരം പറഞ്ഞു, അഖിലേന്ത്യാ തലത്തിലുള്ള, ഞാൻ പറഞ്ഞതാണ് അഖിലേന്ത്യാ തലത്തിൽ കുതന്ത്രങ്ങളുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഷാർ മുബാറക്ക് സൂക്ഷിക്കുന്ന ബോംബെയിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ കയ്യിൽ നിന്ന് സദ് വാങ്ങിച്ചിട്ട് അയച്ചു തന്നാൽ മതി. ഇത് പറഞ്ഞപ്പോ ആരിഫ് ബറക്കാത്തി പാവം മനുഷ്യനല്ലേ, ആരിഫ് ബറക്കാത്തിനെ കുറിച്ച് അവരുടെ പറയണം. ആരിഫ് ബറക്കാത്തിയെ കുറിച്ച് എന്താ നമ്മൾ കേട്ടത്? കുത്തുബുദ്ദീൻ ഫിർദൗസിയിലൂടെ, മർഹറ ഷെരീഫിലൂടെ, ബറക്കാത്തി സയ്യിദന്മാരിലൂടെ കേട്ടത്. ഞാൻ ആരിഫിനോട് ചോദിച്ചു, ബറക്കാത്തി സയ്യിദാണോ നിങ്ങൾ? ആരിഫ് പറഞ്ഞു, ഞാൻ സയ്യിദൊന്നല്ല, നിങ്ങളെപ്പോലുള്ള ഒരു പച്ച മനുഷ്യൻ, ഒരു നാടൻ. അയാൾ പിടിച്ചാണ് ഈ നിലയിലാക്കിയത്. സി വീട്ടിന് മുന്നിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പരിപാടിയിൽ ഞാൻ ചോദിച്ചു സി മർക്കസിലെ, എല്ലാം പോട്ടെ, മർക്കസിലെ വിദ്യാർത്ഥി എന്നല്ലോ ആരിഫ് ബറക്കാത്തി ബോംബെക്കാരൻ. ഈ ആരിഫ് ബറക്കാത്തിയുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഓഫീസിലുണ്ട്, അതിൽ അദ്ദേഹം സയ്യിദാണെന്ന് തെളിയിക്കുന്ന രേഖ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന്റെ വീട് മുന്നിൽ ഇരുന്ന് പ്രസംഗിച്ചപ്പോ വീട്ടിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ പിന്നീട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ പണി ആയതൊന്നല്ല ഞങ്ങൾ പണി, ഞങ്ങൾക്കറിയാം, നിങ്ങൾ കളവ് പറയും, മറുപടി പറയാൻ നിൽക്കില്ല, നിങ്ങൾ വിടും. ഈ ആരിഫ് ബറക്കാത്തി കാര്യങ്ങൾ വിശദീകരിച്ചു വന്നു. ഇത് പറഞ്ഞു. അവസാനം ആരിഫ് ബറക്കാത്തി തെരഞ്ഞു നടന്നിട്ട് ആരിഫ് ബറക്കാത്തിക്ക് ഒരാളെ കിട്ടി. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി കുറിച്ച് ഇയാൾ അന്വേഷിച്ച് സനത് കിട്ടിയപ്പോ സനത് നേരെ മർക്കസിലേക്ക് അയച്ചു കൊടുത്തു, കാന്തപുരത്തിന് കൊടുത്തു. കാന്തപുരം ആ സനത് പിടിച്ച് കയ്യിൽ വെച്ചിട്ട് സക്കാഫിമാരെ വിളിച്ചു, മലയ സക്കാഫി പോലെയുള്ളവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് തിരിഞ്ഞില്ലായിരുന്നു ഇതേതാ സാധനം. ഇത് ഖാദിരിയ തരീഖത്തിന്റെ സനതാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ്. കാരണം ഇയാളുടെ പേര് തന്നെ എന്താണ്? ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. ഇയാളുടെ കുടുംബ പരമ്പര ഖാദിരിയ തരീഖത്തുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് അയാളുടെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ ആ പേര് വെച്ചത്. അപ്പൊ ഞാൻ ഇയാൾ ഈ സനദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാന്തപുരം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷനൊക്കെ ഓക്കെ ആക്കിയെന്ന് ഉള്ള വിവരം കൂടി കിട്ടിയപ്പോൾ ഗുലാം അബ്ദുൽ ഖാദറിനെ കാണാൻ ശ്രമിച്ചു. ഗുലാം അബ്ദുൽ ഖാദറിനെ കണ്ടു. ഗുലാം അബ്ദുൽ ഖാദറിനോട് ഞാൻ ചോദിച്ചു കാര്യങ്ങൾ.
അദ്ദേഹത്തിന്റെ മേലെയുള്ള പേര് മാത്രം മാറ്റി വെച്ച് ബാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇത് എന്റെ സനതാണ്. ഇത് എന്റെ സലാം സമ്മതിച്ചു. പിന്നെ ഞാൻ ജാലിയവാലിന്റെ പേര് കാണിച്ചു കൊടുത്തപ്പോ ജാലിയവാലിന്റെ പേര് കണ്ടപ്പോ ഇയാൾ പറഞ്ഞു അയാൾ എനിക്ക് പരിചയമില്ല. ജാലിയവാല പറയുന്നു ഗുലാം അബ്ദുൽ ഖാദറിനെ എനിക്കറിയില്ല. ഗുലാം അബ്ദുൽ ഖാദർ പറയുന്നു ജാലിയവാല എനിക്കറിയില്ല. കാന്തപുരം പറയുന്നു ഇവർ രണ്ടുപേരിലൂടെയാണ് എനിക്ക് ഈ ഷെയർ കിട്ടിയത്, അതിന്റെ സനദിൽ ഇങ്ങനെയുണ്ടെന്ന് പറയുന്നു. ഞാൻ ഓർത്തുപോയി ആ സമയത്ത് പണ്ടൊരു പോസ്റ്റ്മാന്റെ കഥ. പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുപോവാണ്. അപ്പൊ ചെറിയ കുറച്ച് വാചകങ്ങൾ മാത്രമേ ഇതൊരു പോസ്റ്റ് കാർഡ് കണ്ടപ്പോ അയാൾക്കൊരു കൗതുകം വായിച്ചു നോക്കി. അയാൾ കത്ത് കണ്ട് എനിക്കിവിടെ സുഖമാണ്, നിങ്ങൾക്കും അവിടെ സുഖമെന്ന് കരുതുന്നു, നിർത്തുന്നു എന്ന് പറഞ്ഞ് കത്ത് കണ്ടപ്പോ ഇയാളെങ്കിലും ചിന്തിച്ചു അവിടെ അയാൾക്ക് സുഖം, ഇവിടെ ഇയാൾക്ക് സുഖം, പിന്നെ കൊണ്ടുപോകുന്ന എനിക്ക് രോഗമാണോ എന്ന് കരുതി അയാൾ കയറിക്കളഞ്ഞു. അതുപോലെ ജാലിയവാല പറയുന്നു എനിക്കറിയില്ല, ഗുലാം പറയുന്നു എനിക്ക് അയാളെയും അറിയില്ല, പരസ്പരം അറിയില്ല, പിന്നെ എനിക്ക് മാത്രമാണോ ഭ്രാന്ത്? ആ പ്രസ്ഥാനത്തിൽ ഞാൻ ഉടനെ അതങ്ങോട്ട് പിൻവാങ്ങി അയാൾ അങ്ങോട്ട് തിരിച്ചു പോന്നു. ഏറ്റവും ലളിതമായി ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു കണക്കുകൂടി പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. ഇതിന്റെ കണക്കുകൂടി കേട്ടാൽ ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയ 70, 40, 27 ഇന്ന് 70 വയസ്സുള്ള ജാലിയവാല, 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഷെയർ കൊടുത്തു എന്നായി പറഞ്ഞത്. മനസ്സിലായില്ല? ഇന്ന് 70 വയസ്സുള്ള ജാലിയവാല ഇന്ന് 27 വയസ്സുള്ള ജാലിയവാലക്ക് 40 കൊല്ലം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി സനദ് ഷെയർ കൊടുത്തു എന്നാണ് ഈ സനദിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരം നമ്മളോട് പറഞ്ഞത്. ഈ കണക്ക് മാത്തമാറ്റിക്സിന്റെ എല്ലാ സന്തുലിതാവസ്ഥയും തകർക്കുന്നതാണ്. ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കണക്കല്ലേ? ഇതാണ് കാന്തപുരം കൊണ്ടുവന്ന സനദിന്റെ കഥയെങ്കിൽ ഷെയറിന്റെ കഥ എന്തായിരിക്കും? അങ്ങോട്ടേക്ക് ഇപ്പൊ ഞാൻ കട്ടില്ല, ഒന്നാം പാഠം മാത്രം ഞാൻ പറഞ്ഞത്. 2ലേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പോൾ ബാക്കി കഥ കൂടി ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതാണ് ഈ അവസ്ഥ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSF-കാരോട് പറയാനുള്ളത്, ഈ സൂചിപ്പിച്ച കണക്കും സനദും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ വെല്ലുവിളിച്ചില്ലേ, കാന്തപുരമടക്കം ആര് വന്നാലും ഇത് തെളിയിക്കാൻ, ഞാൻ ഈ പറഞ്ഞത് കളവാണെന്ന് പറയാൻ ആൺകുട്ടികളായി കേരളത്തിൽ ഒരു SSF-കാരുണ്ടെങ്കിൽ അവരെ കാണാനാണ് ഇവിടെയും ഞാൻ വന്നത്. അള്ളാഹു നമുക്ക് ദീനിനു വേണ്ടി കാലം പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അതിനുവേണ്ടി വിമാറിക്കൊടുക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.